GBMAT 401 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 4 എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മെയിൻ ആയിട്ട് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇന്റർവെൽ, അതുപോലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്. ഇതാണ് മെയിൻ ആയിട്ട് ഈ സിലബസിൽ വരുന്ന രണ്ട് ടോപ്പിക്സ്. ഇതിന്റെ സബ് ടോപ്പിക്കുകളാണ് ബാക്കി തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ സിലബസിൽ പറയുന്നത് നോക്കാം. കോൺഫിഡൻസ് ഇന്റർവെൽ, കോൺഫിഡൻസ് ഇന്റർവെൽ ആൻഡ് one side confidence interval for a population mean for large and small samples, hypothesis and test procedures, type 1 type 2 error, z test for hypothesis about a population mean for large sample, t test for hypothesis about a population mean for small samples, test concerning a population proportion for large and small samples. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് കോൺഫിഡൻസ് ഇന്റർവൽ, ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്. ഇതിന്റെ സബ് ടോപ്പിക്കുകളാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കണ്ടന്റ് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. വരും ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ ഇതിന്റെ പ്രോബ്ലംസുകൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പോപ്പുലേഷൻ. ഓക്കെ, എന്താണ് പോപ്പുലേഷൻ? അപ്പോൾ ആദ്യം നമുക്ക് ഡെഫിനേഷൻ എന്താ നോക്കാം. വെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് റെഫേർഡ് ടു ആസ് ദ പോപ്പുലേഷൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അതായത് നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ കുറിച്ച്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പറയുന്ന പേരാണ് പോപ്പുലേഷൻ. അതാണ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരുടെയും വോട്ടർ പട്ടിക എന്ത് ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് SIR ഫോം ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വോട്ടർ പട്ടിക പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ഡാറ്റാസ് കളക്ട് ചെയ്യാണ്. അപ്പൊ ഇന്ത്യയിലെ കംപ്ലീറ്റ് ജനങ്ങളെയും നമുക്ക് എന്ത് പറയാം, ആ ഒരു ഗ്രൂപ്പിന് എന്ത് പറയാം, നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയാം. നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ. അപ്പൊ ഇവിടെ ഇന്ത്യയിലെ കംപ്ലീറ്റ് ജനങ്ങളെയും പറയുന്ന പേരെന്താണ്, പോപ്പുലേഷൻ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ KTUലെ നമ്മുടെ KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെ കളക്ഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെയും എനിക്ക് എന്ത് ചെയ്യാണ്, മാത്സിലെ സ്റ്റുഡൻസിന്റെ മാർക്കിന്റെ ഒരു പ്രോഗ്രസ് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിനെയും മാത്സിന്റെ മാർക്കിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്താൻ പോവാണ്. അപ്പൊ ഞാൻ എടുക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണ്, KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ എന്റെ പോപ്പുലേഷൻ ആരായിരിക്കും, KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താന്ന് മനസ്സിലായ പോപ്പുലേഷൻ? നമ്മൾ ആരെ വെച്ചിട്ടാണോ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ. ഓക്കെ, നമുക്ക് എല്ലാ സമയത്തും ഈ പോപ്പുലേഷനെ ബേസ് ചെയ്ത് സ്റ്റഡി നടത്താൻ പറ്റില്ല. കാരണം ഒരു ലാർജ്, ഇപ്പൊ ഇന്ത്യയിലെ കംപ്ലീറ്റ് ജനങ്ങളെ കുറിച്ച് നടത്തുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ. മറ്റെന്തെങ്കിലും വിഷയത്തിനെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്തുക എന്ന് പറയുമ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ചും കൂടി ചെലവേറിയ ഒരു പ്രോസസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോപ്പുലേഷൻ ഒരു ചെറിയ ഭാഗം എടുത്ത് സ്റ്റഡി നടത്തിക്കൂടെ? അങ്ങനെ സ്റ്റഡി പറയുന്ന ആ ഒരു പോപ്പുലേഷൻ ഒരു ചെറിയ പാർട്ടിനെ പറയുന്ന പേരാണ് എന്ത്, സാമ്പിൾ. അതിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യാണ്, KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെയും മാത്സിന്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്റ്റഡി നടത്താൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ KTU എന്ന് പറയുന്നത് എന്താണ്, എന്റെ KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് എന്താണ്, എന്റെ പോപ്പുലേഷൻ ആണ് അല്ലെ. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ. ഓക്കെ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, KTUലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിനെയും ചെന്ന് കണ്ട് അവരുടെ മാർക്ക് കളക്ട് ചെയ്ത് അതിനെ കുറിച്ച് സ്റ്റഡി നടത്താനുള്ള ടൈം ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ KTUവിന്റെ ഒരു പാർട്ടാണല്ലോ നമ്മുടെ KTUലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ കോളേജ്, EKC എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഏറ്റവും എളുപ്പം എന്താണ്, EKCയിലെ സ്റ്റുഡൻസിന്റെ മാത്സിന്റെ പ്രോഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതല്ലേ കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഈ KTUയുടെ പാർട്ടായ EKCനെ ഞാൻ പറയുന്ന പേരാണ് സാമ്പിൾ. ഓക്കെ,
അതായത് എനിക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷന്റെ കംപ്ലീറ്റ് ആ പോപ്പുലേഷൻ വളരെ ലാർജ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പെട്ടെന്ന് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ടൈം കൺസ്യൂമിംഗ് ഇല്ലാതെ സ്റ്റഡി നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു ചെറിയ പാർട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്ത് നമുക്ക് എന്താ കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ചെറിയ പാർട്ടിനെ പോപ്പുലേഷൻ എടുക്കുന്ന ആ ചെറിയ പാർട്ടിനെ പറയുന്ന പേരാണ് സാമ്പിൾ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് വേണമെങ്കിൽ പോപ്പുലേഷന് ടൈം കൺസ്യൂമിംഗ് ആയാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പോപ്പുലേഷന് ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിളിൽ നിന്ന് വേണമെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാം. സപ്പോസ് ഞാൻ ഈ പോപ്പുലേഷന് KTയുടെ കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെയും മാത്സിലെ മാർക്കൊക്കെ വെച്ചിട്ട് ഞാനൊരു സ്റ്റഡി നടത്താൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും? നമ്മൾ സാധാരണ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എന്തൊക്കെ കണ്ടെത്തും? മീന് കണ്ടെത്താം. നമുക്ക് മീന് കണ്ടെത്താൻ പറ്റും. പിന്നെ എന്ത് കണ്ടെത്താം? വേരിയൻസ് കണ്ടെത്താം. പിന്നെ എന്ത് കണ്ടെത്താൻ പറ്റും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താം അല്ലെ? ഇനി സപ്പോസ് ഞാൻ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാ സാമ്പിളിൽ നിന്നാണ് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ എനിക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും? അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീന് കണ്ടെത്താൻ പറ്റും, വേരിയൻസ് കണ്ടെത്താൻ പറ്റും, അതുപോലെ എന്ത് കണ്ടെത്താൻ പറ്റും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താൻ പറ്റും അല്ലെ? ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കളക്ഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലാർജ് ആയിരിക്കും അല്ലെ? ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോപ്പുലേഷൻ ഒരു പാർട്ട് ആണല്ലോ. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോപ്പുലേഷന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും അല്ലെ? നമ്മൾ സാധാരണയായിട്ട് ഈ മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിനെല്ലാം കോമൺ ആയിട്ടൊരു നൊട്ടേഷൻ ആണ് കൊടുക്കാറ് അല്ലെ? എക്സ് ബാർ, സിഗ്മ സ്ക്വയർ അങ്ങനെയൊക്കെയല്ലേ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പുലേഷനിലെ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സാമ്പിളിലെ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം ഡിഫറെന്റ് നൊട്ടേഷൻസ് ആണ് കൊടുക്കാറുള്ളത് ട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് അറിയോ? നമ്മൾ പോപ്പുലേഷൻ സൈസ് അത് വളരെ ലാർജ് ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ N യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. പോപ്പുലേഷന്റെ മീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക മ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. ഓക്കെ. പോപ്പുലേഷന്റെ വേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പൊ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? സിഗ്മ. ഓക്കെ. ഇനി സാമ്പിളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസിനെ അപേക്ഷിച്ച് വളരെ സ്മോൾ ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? സ്മോൾ n. ഓക്കെ. മീന് എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എക്സ് ബാർ. വേരിയൻസ് എസ് സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാവും ഡിനോട്ട് ചെയ്യുക? എസ്. ഓക്കെ. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? പോപ്പുലേഷന്റെ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഈ രീതിയിലായിരിക്കും നോട്ടേറ്റ് ചെയ്യുക. സാമ്പിളിലത് ഇങ്ങനെയായിരിക്കും നോട്ടേറ്റ് ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്താണ്? ഒരു ടേബിൾ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണിത്. ഒരു സാമ്പിളിന്റെ മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, സൈസ് അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. എക്സ് ബാർ, എസ് സ്ക്വയർ, സ്മോൾ n. ഓക്കെ. പോപ്പുലേഷന്റെ മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, സൈസ് അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? മ്യൂ, സിഗ്മ സ്ക്വയർ, ക്യാപിറ്റൽ N ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ. ഇത് നമ്മൾ എന്താണ്? സാമ്പിളിന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതെല്ലാം അല്ലെ? സാമ്പിളിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ഇത്. അപ്പൊ ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണെന്ന് അറിയോ? സ്റ്റാറ്റിസ്റ്റിക്. ഇതിനെ പറയുന്ന പേരെന്താണ്? സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയാ. ഓക്കെ. ഇത് പോപ്പുലേഷൻ നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? പോപ്പുലേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഒക്കെയാണ് ഇത് അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. എന്ത് പറയും? പാരാമീറ്റേഴ്സ്. ഇപ്പൊ എന്താണ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ? എ പാരാമീറ്റർ ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. പോപ്പുലേഷന് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സിന് പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. അത് എന്തൊക്കെയാണ് വരിക? ഒരു പോപ്പുലേഷന്റെ മീൻ ആവാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, അല്ലെങ്കിൽ വേരിയൻസ് ആവാം. ഇങ്ങനെ എടുക്കുന്ന പോപ്പുലേഷൻ നമുക്ക് കിട്ടുന്ന ഇത്തരം മെഷേഴ്സിനെ പറയുന്ന പേരാണ്, കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ് അല്ലെ? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സാമ്പിൾ. സാമ്പിളിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതെന്തൊക്കെയാ വരാം? സാമ്പിളിന്റെ മീൻ ആവാം, അല്ലെങ്കിൽ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, സാമ്പിളിന്റെ വേരിയൻസ് ആവാം. ഇതിനെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ. ഈ സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിയോ? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എല്ലാം ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്സുകൾ എല്ലാം എന്താണ്? റാൻഡം വേരിയബിൾസ് ആണ്. ഓക്കെ. റാൻഡം വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? റാൻഡം വേരിയബിൾസ് എത്ര ടൈപ്പ് ഉണ്ട്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട് അല്ലെ? നമ്മൾ റാൻഡം വേരിയബിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്തായിരുന്നു?
അതിനെന്തുണ്ട്, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലെ. നമുക്ക് ഒരു റാൻഡം വേരിയബിൾ എക്സ്, പിന്നെന്താണ് അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, റാൻഡം വേരിയബിൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ റാൻഡം വേരിയബിൾ ആരാണ്, സ്റ്റാറ്റിസ്റ്റിക് അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തിക്കൂടെ. അതിന് നമ്മളൊരു പേര് പറയും, എന്താണെന്ന് അറിയോ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, എക്സ് ബാർ വരാം, എസ് വരാം, എസ് സ്ക്വയർ വരാം. അങ്ങനെ സാമ്പിളിൽ നിന്ന് എടുക്കുന്ന എല്ലാ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സും എന്തായിട്ട് വരാം, സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് വരാം അല്ലെ. ഞാനിപ്പോ ഇവിടെ എടുത്ത എക്സാമ്പിളിൽ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് തന്നിട്ടുള്ള ആരാണ്, എക്സ് ബാർ ആണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും സാമ്പിൾ മീനിനെയാണ് സ്റ്റാറ്റിസ്റ്റിക് ആയി എടുക്കുന്നത്. അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ള ആരെ തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എക്സ് ബാർ ആണ്. അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. അതിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ കണ്ടെത്താൻ പറ്റും, നമുക്ക് സാധാരണ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണ്ടെത്തും എക്സ്പെക്ടേഷൻ അല്ലെ. ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എക്സ് ബാർ ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. വേരിയൻസ് ഓഫ് എക്സ് ബാർ കണ്ടെത്താൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ കണ്ടെത്താൻ പറ്റും. ഒക്കെ ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തും അല്ലെ. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ അതിന്റെ വേരിയൻസും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് നമുക്ക് ഇവരൊക്കെ കണ്ടെത്താം. ഇതിൽ നിന്നും നമുക്ക് എന്താ കണ്ടെത്താം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടെത്താൻ പറ്റുമല്ലോ. ഇതിന് നമ്മൾ സാധാരണ പറയും പോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നല്ല പറയാ. നമ്മൾ ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് എറർ. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെഫിനിഷൻ നോക്കൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, അതായത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കിന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണോ അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താൻ ഏതൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, ഏതൊക്കെ സിറ്റുവേഷൻസിൽ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ഇഫ് എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ടേക്കൺ ഫ്രം ആൻ ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ, അതായത് നമ്മുടെ പ്രോബ്ലത്തിൽ സാമ്പിളിന്റെ സൈസ് സ്മോൾ n തന്നിട്ടുണ്ട്, പക്ഷെ പോപ്പുലേഷൻ സൈസ് തന്നിട്ടില്ല, n ക്യാപിറ്റൽ n തന്നിട്ടില്ല, അത് ഇൻഫൈനൈറ്റ് ആണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താം, അതാണ് ഞാൻ ഇനി പറയുന്നത്. ഇക്വേഷൻസ് നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കുക, നമുക്ക് ഇത് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വെൻ സിഗ്മ ഈസ് നോൺ, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ സിഗ്മ ബൈ റൂട്ട് n. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വെൻ സിഗ്മ ഈസ് അൺനോൺ ഈസ് ഈക്വൽ ടു s ബൈ റൂട്ട് n. സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷൻ വിത്ത് p ഈസ് നോൺ, അതായത് പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബിലിറ്റി ഓഫ് സക്സസിന് p ആയിട്ട് എടുക്കുമല്ലോ, ആ p ആണ് കേട്ടോ ഈ ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് p q ബൈ n. q എന്തായിരിക്കും, 1 - p തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ഇക്വേഷൻസും നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് അതുപോലെ പഠിച്ചു വെക്കണം. ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു നോട്ട് പോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, നമ്മൾ എക്സ് ബാറിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് സാമ്പിൾ മീനിന്റെ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ, പോപ്പുലേഷൻ മീൻ ആയിരിക്കും. സാമ്പിൾ മീനിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിഗ്മ സ്ക്വയർ ബൈ n ആയിരിക്കും. ഓക്കെ, ഈ ഒരു നോട്ടും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് എപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്, ഈ പോപ്പുലേഷൻ സൈസ് തരാത്ത സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സപ്പോസ് നമ്മുടെ പോപ്പുലേഷന്റെ സൈസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതായത് ഇഫ് എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ഈസ് ടേക്കൺ ഫ്രം എ ഫൈനൈറ്റ് പോപ്പുലേഷൻ ഓഫ് സൈസ് ക്യാപിറ്റൽ N, അതായത് പോപ്പുലേഷൻ സൈസ് n തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താം. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വെൻ സിഗ്മ ഈസ് നോൺ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്,
സിഗ്മ/റൂട്ട് n ആയിരുന്നു എന്നെ തരാത്ത സമയത്ത്, ക്യാപിറ്റൽ എന്നെ തരാത്ത സമയത്ത് സിഗ്മ/റൂട്ട് n ആയിരുന്നു. അതിന് കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? റൂട്ട് ഓഫ് ക്യാപിറ്റൽ N മൈനസ് സ്മോൾ n ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് മീൻ വെൻ സിഗ്മ ഈസ് നോൺ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? റൂട്ട് ഓഫ് n മൈനസ് n ഡിവൈഡഡ് ബൈ n മൈനസ് 1 സിഗ്മ/റൂട്ട് n. സ്റ്റാൻഡേർഡ് ഓഫ് മീൻ വെൻ സിഗ്മ ഈസ് അൺനോൺ which is equal to root of capital N minus small n divided by capital N minus 1 s by root n. Standard error of proportion with p is known. Root of capital N minus small n divided by capital N minus 1 root pq by n. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനും കൂടെ ഒരു റൂട്ട് ഓഫ് n മൈനസ് n ബൈ n മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ക്യാപിറ്റൽ N തരുന്ന സമയത്ത് ഈ ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ സാമ്പിൾ മീനിന്റെ എക്സ്പെക്ടേഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. സാമ്പിൾ മീനിന്റെ മീൻ എന്ന് പറയുന്നത് എന്ന് തന്നാലും തരാത്ത സിറ്റുവേഷനിലും തരുന്ന സിറ്റുവേഷനിലും എന്തുതന്നെയാണ്? പോപ്പുലേഷൻ മീൻ തന്നെ ആയിരിക്കും. വേരിയൻസിൽ എന്താ മാറ്റം വരുന്നത്? സാമ്പിൾ മീനിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് n മൈനസ് n ഡിവൈഡ് ബൈ n മൈനസ് 1 സിഗ്മ സ്ക്വയർ ബൈ n ആയിരിക്കും. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇക്വേഷൻസും നിങ്ങൾ അതുപോലെ പഠിക്കണം. നമുക്കത് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 225 ആർ ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ 100 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20. ഫൈൻഡ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിൾ മീൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 225, അതായത് സാമ്പിളിന്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുക n ആണ്. n എന്താ തന്നിട്ടുള്ളത്? 225 ആണ്. പിന്നെ എന്താ തന്നിട്ടുണ്ട്? ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ. പോപ്പുലേഷൻ വിത്ത് മീൻ ആണ് തന്നിട്ടുള്ളത്. പോപ്പുലേഷന് മീൻ എത്ര തന്നിട്ടുള്ളത്? 100 അല്ലെ. ഇനി എന്താ തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എത്ര തന്നിട്ടുള്ളത്? 20 ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഫൈൻഡ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ മീൻ. സാമ്പിൾ മീനിന്റെ എന്ത് കണ്ടെത്തണം? മീൻ കണ്ടെത്തണം. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കണ്ടെത്തണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ മീൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ മീനും കണ്ടെത്തണം അല്ലെ. ഈ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ അല്ലെ. എക്സ് ബാർ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്റ്റാൻഡേർഡ് എറർ അല്ലെ. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ആണ് ചോദിച്ചിട്ടുള്ളത് ശരിക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പോപ്പുലേഷന്റെ സൈസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ n തന്നിട്ടില്ല. n ഈസ് നോട്ട് ഗിവൺ. n തരാത്ത കണ്ടീഷൻ ആണ് ഇത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ? എക്സ്പെക്ടേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആയിരിക്കും. ഇവിടെ മ്യൂ എന്താ തന്നിട്ടുള്ളത്? 100 ആണ്. അപ്പൊ നമുക്ക് സാമ്പിൾ മീനിന്റെ മീൻ കിട്ടിയല്ലോ, 100 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ, അതായത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ ആണ് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത്. എന്നെ തരാത്ത സിറ്റുവേഷനിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ/√n. സിഗ്മ ഇവിടെ നോൺ ആണ്, അതുകൊണ്ട് നമുക്ക് സിഗ്മ/√n എഴുതാം. എന്താണ് സിഗ്മ? സിഗ്മ 20 ആണ്. n എന്താ തന്നിട്ടുള്ളത്? 225, അതായത് റൂട്ട് ഓഫ് 225 എന്ന് വരും. റൂട്ട് 225 എന്ന് പറഞ്ഞാൽ എന്താണ്? 50 അല്ലേ വരിക? 15 വരും. 20/15 ഇതാണ് ഇവിടെ ആൻസർ. വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് 4/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സാമ്പിൾ മീനിന്റെ മീനും സാമ്പിൾ മീനിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ കണ്ടെത്തി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ ഈസ് 50 ഫോർ എ സാമ്പിൾ ഓഫ് സൈസ് 25 drawn from a population, what is the standard error of the mean when the sample size is 64? What is the population standard deviation? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് എടുത്തെഴുതാം. ഒരു സാമ്പിളിന്റെ സൈസ് 25 ആവുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് എറർ എന്താണ് തന്നിട്ടുണ്ട്? 50 ആണ് തന്നിട്ടുണ്ട്. അതായത് n ഈസ് ഈക്വൽ ടു 25 ആവുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? 50 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ വെൻ ദ സാമ്പിൾ സൈസ് ഈസ് 64? സെയിം പോപ്പുലേഷനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ സാമ്പിൾ സൈസ് 64 ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ എന്തായിട്ട് മാറും? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ എന്തു കണ്ടെത്തണം? സിഗ്മയും നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ആ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടെത്തണം. ഇവിടെ ക്യാപിറ്റൽ N തന്നിട്ടുണ്ടോ? ക്യാപിറ്റൽ N ഈസ് നോട്ട് ഗിവൺ. ക്യാപിറ്റൽ N ഈസ് നോട്ട് ഗിവൺ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുമ്പോൾ സിഗ്മ/√n അല്ലെ. സിഗ്മ/√n ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 50 ആണ് തന്നിട്ടുണ്ട്. n എന്താണ്? 25 ആണ് അല്ലെ.
അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു റൂട്ട് എന്ന് എഴുതാൻ പറ്റും. n 25 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, 50 ഇൻറ്റു റൂട്ട് 25 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 50 ഇൻറ്റു 5 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക, 250 അല്ലെ, 250 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സിഗ്മ കിട്ടി. സിഗ്മ ആരാണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 250 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് കണ്ടെത്തണം, സാമ്പിൾ സൈസ് 64 ആവുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് എറർ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, ഇവിടെ സിഗ്മ നമുക്ക് അറിയാലോ, അപ്പൊ എന്താണ് സിഗ്മ ബൈ റൂട്ട് n അല്ലേ. സിഗ്മ നമുക്ക് സെയിം പോപ്പുലേഷൻ ആയതുകൊണ്ട് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷനിൽ മാറ്റൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ എന്ത് കൊടുക്കാം, 250 ഡിവൈഡ് ബൈ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് 64 അല്ലെ, റൂട്ട് 64 വിച്ച് ഇസ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, n തന്നിട്ടുണ്ടോ സിഗ്മ തന്നിട്ടുണ്ടോ എന്നുള്ള ഇതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ 2 കണ്ടീഷൻസ് ആക്കിയിട്ട് സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളത്. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തേണ്ടി വരും. ആ സിറ്റുവേഷൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക.